ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 2024 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇനി വരാനിരിക്കുന്ന LDC LPUP എക്സാം ഇനി അതുപോലെ ഏതൊരു എക്സാം ആണെങ്കിലും തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് ഒരു പ്രധാന ഭാഗം തന്നെയാണ്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 2024 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിനുള്ള പാത അറിയപ്പെടുന്നത്? പിങ്ക് ലൈൻ. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് ഏതാണ്? പിങ്ക് ലൈൻ എന്ന പേരിലാണ്. അടുത്ത് നോക്കിയേ, കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തുറവൂരാണ്, തുറവൂർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ സങ്കൽപ്പാണ്, ഓപ്പറേഷൻ സങ്കൽപ്പ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? PR ശ്രീജേഷ്. അടുത്ത ചോദ്യം, 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം? ബ്രസീൽ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? എത്ര രൂപയാണത്? 346 രൂപയാണ്, 346 രൂപ. അടുത്ത ചോദ്യം, 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ആരാണത്? മിഷേൽ ടെലഗ്രാൻസ് ആണ്, മിഷേൽ ടെലഗ്രാൻഡ്. അടുത്ത ചോദ്യം, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം എന്നാണ്, മാർച്ച് 24. അടുത്ത ചോദ്യം, 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? അതെ, നമുക്ക് TV അവസാനിപ്പിക്കാം. ഇതാണ് 2024 ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയും. അടുത്ത് നോക്കി, പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ KS അനിലാണ്, ഡോക്ടർ KS അനിൽ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണത്? LIC ആണ് അല്ലേ, നമ്മുടെ LIC ആണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ്. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? പവൻ ദൗലുരിയാണ്, പവൻ ദൗലുരി. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരെന്താണ്? ഏതാണത്? ശിവശക്തി പോയിന്റ് ആണ്, ശിവശക്തി പോയിന്റ്. അപ്പം നമ്മുടെ ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട ഏതാണ്? ശിവശക്തി പോയിന്റ്. അടുത്ത ചോദ്യം, 2024 മാർച്ച് അമേരിക്കയിൽ ചരക്ക് കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്ന പാലം ഏതാണ്? ഫ്രാൻസിസ് സ്കോട്ട് കീ പാലമാണ്. 2024 മാർച്ചിൽ അമേരിക്കയിൽ ചരക്ക് കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്ന പാലത്തിൻ്റെ പേരെന്താണ്? ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം. അടുത്ത ചോദ്യം, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിൻ്റെ പേരാണ് യൂറോപ്പ ക്ലീപ്പർ, യൂറോപ്പ ക്ലീപ്പർ. അടുത്ത ചോദ്യം, 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ഒഡീഷ്യ FC ആണ്, ഒഡീഷ്യ FC. അടുത്ത ചോദ്യം, 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2024 മാർച്ച് 25 2024 ആദ്യ ചന്ദ്രഗ്രഹണം എന്നാണ് 2024 മാർച്ച് 25. അടുത്ത ചോദ്യം, 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സുനിൽ ഛേത്രിയാണ്, സുനിൽ ഛേത്രി. അടുത്ത ചോദ്യം, 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം? ശ്രീലങ്കയാണ്, ശ്രീലങ്ക. അടുത്ത ചോദ്യം, പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മലയാള മധുരം. അപ്പം 1-2 ക്ലാസ്സിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണിത്, മലയാള മധുരം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? VP ജഗതിരാജ്, VP ജഗതിരാജ്. അടുത്ത ചോദ്യം,
ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകനാരാണ്? ബ്ലസ്സിയാണ്. ബ്ലസ്സി. അടുത്ത ചോദ്യം, ഭൂട്ടാൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോയ്ക്ക് അർഹനായത് ആരാണത്? നരേന്ദ്രമോദിയാണ്. ഭൂട്ടാൻ്റെ പരമോന്നത ബഹുമതിയുടെ പേരെന്താണ്? ദ ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോ. അടുത്ത ചോദ്യം, ലോക നാടക ദിനം മാർച്ച് 27. അടുത്ത ചോദ്യം, 2024 ലോക നാടക ദിന പ്രമേയം എന്താണ്? നാടകവും സമാധാനത്തിൻ്റെ സംസ്കാരവും എന്നതാണ്. അടുത്ത ചോദ്യം, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കണ്ണൂരാണ്. കണ്ണൂർ. അടുത്ത ചോദ്യം, മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് TM കൃഷ്ണയാണ്. TM കൃഷ്ണ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നവരാണ്? അജന്ത ശരത് കമലാണ്. അജന്ത ശരത് കമൽ. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സാക്ഷം. ഏതാണ്? സാക്ഷം എന്നാണ് അതിൻ്റെ പേര്. അടുത്ത ചോദ്യം, 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ച സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലം. അടുത്ത ചോദ്യം, ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് K4 കെയർ. K4 കെയർ. അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? എത്രാമത്തെയാണ്? 50ാമത്തെ വാർഷികമാണ്. അടുത്ത ചോദ്യം, 50ാമത് G7 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഇറ്റലി. അടുത്ത ചോദ്യം, 700 വർഷം മുൻപുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ്. ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. അടുത്ത ചോദ്യം, ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? എന്താണ് അതിൻ്റെ പേര്? ശരണബാല്യം. ശരണബാല്യം എന്നാണ് അതിൻ്റെ പേര്. അടുത്ത ചോദ്യം, ശോണിമ, സ്വർണ്ണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ഇന്ത്യയാണ്. തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ. ശോണിമ, സ്വർണ്ണ എന്നൊക്കെ തണ്ണിമത്തൻ്റെ സങ്കര ഇനമാണ്. അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? സദാനന്ദ് വസന്ത് ദാത്തെ. അടുത്ത ചോദ്യം, ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? എറണാകുളമാണ്. എറണാകുളം. അടുത്ത ചോദ്യം, ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയൽ അണുബാധിത രോഗം ഏതാണ്? സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്നതാണ് പുതിയ ബാക്ടീരിയൽ അണുബാധയുടെ പേര്. അടുത്ത ചോദ്യം, റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണത്? റെയിൽ മൈത്രി. റെയിൽ മൈത്രി. റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണത്? റെയിൽ മൈത്രി. അടുത്ത, കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ലക്ഷ്മി N മേനോൻ്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? എത്രാമത്തെയാണ്? 125 ആണ്. അടുത്തത്, 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിലുള്ള വാക്സിൻ്റെ പേരാണ് MTB വാക്. MTB വാക്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേര് എൻകോർ ആണ്. എൻകോർ. അടുത്ത ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി അമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്? സരസ്വതി അമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. അതിൻ്റെ കൃതി ഏതാണ്? രൗദ്രം സ്വാത്വികം എന്നതാണ് കൃതി. ഓക്കെ, കാവ്യസമാഹാരമാണ്. അടുത്ത ചോദ്യം, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? പോൾ സക്കറിയാണ്. പോൾ സക്കറിയ. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്
അർഹനായത് പോൾ സക്കറിയാണ്. അടുത്ത ചോദ്യം, 2024 ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണത്? ഫിൻലാൻഡാണ്. ഏതാണ്? ഇപ്പോൾ സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. അടുത്ത ചോദ്യം, തുടർച്ചയായി 7 തവണയായി ഫിൻലാൻഡ് 1-ാം സ്ഥാനം നേടുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം 2024 ഫിൻലാൻഡാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 7 തവണ സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. ഓക്കെ. അതേപോലെ നോക്കി, 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 126 അടുത്ത് നോക്കൂ, 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്, 143. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 126, 1-ാം സ്ഥാനം ആർക്കാ? ഫിൻലാൻഡിനാണ്. തുടർച്ചയായിട്ട് 7 തവണ ഫിൻലാൻഡായിരുന്നു ഏറ്റവും കുറഞ്ഞ അല്ലേ ഈ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ റേറ്റുള്ള രാജ്യത്താണ് അഫ്ഗാനിസ്ഥാനാണ്, 143ാമത്തെ സ്ഥാനത്താണ്. അടുത്ത ചോദ്യം നോക്കിയേ, 2024 സന്തോഷ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള അറബ് രാജ്യം ഏതാണ്? കുവൈറ്റാണ്. അപ്പോൾ അറബ് രാജ്യം കുവൈറ്റാണ്. അടുത്ത ചോദ്യം, കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമേൻ്റെ പേരെന്താണ്? ഇതുവരെ. അപ്പം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട സിനിമ ഏതാണ്? ഫിലിമിൻ്റെ പേര് ഇതുവരെ. ഓക്കെ. അതേപോലെ 2024 മാർച്ചിൽ മുഖ്യമന്ത്രിയായിരിക്കെ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തി ആരാണ്? അരവിന്ദ് കെജ്രിവാലാണ്. അപ്പം മുഖ്യമന്ത്രി ആയിരിക്കെ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തി ആരാണ്? അരവിന്ദ് കെജ്രിവാലാണ്. അതേപോലെ നോക്കൂ, സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 IV ദാസ് പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദനാണ്. M. മുകുന്ദൻ. അപ്പോൾ ലൈബ്രറി കൗൺസിലിൻ്റെയാണ്. ഓക്കെ. അടുത്ത് നോക്കൂ, മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഇയ്യങ്കോട് ശ്രീധരനാണ്. ഇയ്യങ്കോട് ശ്രീധരൻ. അതേപോലെ നോക്കി, ലോക വനദിനം മാർച്ച് 21 അല്ലേ? ഓക്കെ. അടുത്ത് നോക്കൂ, 2024 വനദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എന്താ പ്രമേയം? വനങ്ങളും നവീകരണവും, മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. ഇതാണ് അതിൻ്റെ തീം എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ലോക വനദിനം മാർച്ച് 21 അതിൻ്റെ 2024 തീം എന്താണ്? വനങ്ങളും നവീകരണവും, മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നാണ് അതിൻ്റെ തീം. ഓക്കെ. അടുത്ത് നോക്കിയേ, സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ്. അപ്പം ലോക വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനത്ത് ബംഗ്ലാദേശാണ്, 2-ാം സ്ഥാനത്ത് പാകിസ്ഥാനാണ്. ഓക്കെ. അടുത്ത് നോക്കി, ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഏതാണ്? ഡൽഹിയാണ്. അപ്പം ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ് ലോകത്തിലെ അല്ലേ? അടുത്ത് നോക്കി, ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം അല്ലേ, മെട്രോപൊളിറ്റൻ സിറ്റി എന്താണ്? അതും ഇന്ത്യയിലാണ്. ഏതാണ്? ബെഗുസാരായി ആണ്, ബീഹാറിലാണ്. ബെഗുസാരായി ബീഹാറിലാണ്. 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏതാണ്? അപ്പോൾ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം ആയി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പൊഖാറയാണ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1-ാമതുള്ള രാജ്യം. മാനവ വികസന സൂചികയിൽ 1-ാമതുള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. അപ്പം മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. അടുത്ത് നോക്കൂ, രാജ്യത്ത് എവിടെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണത് നഫീസ്. നഫീസ് അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്താ ഉദ്ദേശം? രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തിയിട്ട് രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ്. ഓക്കെ, നഫീസ്. അടുത്ത് നോക്കി, കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നടന്നു അല്ലേ? അപ്പം എന്നാ നടന്നത്? 2024 ഏപ്രിൽ 26 2024 ഏപ്രിൽ 26 നടന്നത് അല്ലേ? അടുത്ത് നോക്കി, പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഏതാണ്?
1032 പൗരത്വ ഭേദഗതി പ്രകാരം അല്ലേ. ഇപ്പം അതിൻ്റെ ചർച്ചയൊക്കെ നടക്കുമല്ലേ. അപ്പം ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് ഉള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1032 അല്ലേ. അടുത്ത് നോക്കി, 2024 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യ ആയുർവേദിക് കഫേ നിലവിൽ വന്നത് എവിടെയാണത്? ഡൽഹിയാണ്. ഡൽഹി. ഓക്കെ, അതിൻ്റെ പേരെന്താണ്? കഫേയുടെ പേരാണ് സോമ ദ ആയുർവേദിക് കിച്ചൺ എന്നാണ്. സോമ ദ ആയുർവേദിക് കിച്ചൺ. അടുത്ത് നോക്കി, അന്താരാഷ്ട്ര നാണയനിധിയിലെ IMF 2024 പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്രരുള്ള രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാനാണ്. ദക്ഷിണ സുഡാൻ്റെ 1-ാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം 63. ഇന്ത്യയുടെ സ്ഥാനം 63. അടുത്ത് നോക്കി, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്കാണ്. അപ്പം ലിംഗസമത്വത്തിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്കാണ്. 2-ാം സ്ഥാനം നോർവേയാണ്. 3-ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. ഓക്കെ, അടുത്ത് നോക്കി, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP തയ്യാറാക്കി 2022 ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയിൽ 108-ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത് നോക്കി, ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരാണെന്ത്? നൗസേന ഭവൻ. നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയാണ്. അപ്പം നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരാണെന്ത്? നൗസേന ഭവൻ. ഓക്കെ, അടുത്ത് നോക്കി, തിരുവനന്തപുരം ബാൾട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേരാണെന്ത്? ബാർട്ടോസാറ്റ് ആണ്. എന്താണ്? ബാർട്ടോസാറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക്. അടുത്ത് നോക്കിയേ, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതികളും കാര്യങ്ങളൊക്കെ അധികൃതരെ അറിയിക്കുന്ന ആപ്പിൻ്റെ പേരാണ് സി-വിജിൽ. അതേപോലെ നോക്കി, അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചങ്ങാതി. ഓക്കെ, അടുത്ത് നോക്കി, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പിൻ പദ്ധതിയുടെ പേരാണ് ബ്ലെൻഡ് സെറ്റ് അല്ലേ. നമ്മൾ കേട്ട പേരാണ് ഇലോൺ മസ്ക്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന പേരാണ് അല്ലേ. അടുത്ത് നോക്കി, റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എത്രാമത്തെ തവണയാണ് വ്ളാഡിമിർ പുടിൻ വിജയിക്കുന്നത്? എത്രാമത്തെയാണ്? 5-ാമത്തെ തവണയാണ്. അതേപോലെ 200 കോടി ക്ലബിൽ കയറിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അടുത്തത്, ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹൃദ്യം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. അടുത്തത്, സംസ്ഥാന നിയമവകുപ്പ് പോസ്കോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മാറ്റുലി. അപ്പോൾ സംസ്ഥാന നിയമവകുപ്പ് പോക്സ്കോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം ഏതാണ്? മാറ്റുലി. അതേപോലെ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന അജന്ത ശരത് കമൽ ഏതു കായിക ഇനമായി ബന്ധപ്പെട്ടതാണ്? ടേബിൾ ടെന്നീസാണ്. അജന്ത ശരത് കമൽ. അടുത്ത ചോദ്യം, 2024 2ാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, 2024 മാർച്ച് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. അപ്പം 2024 മാർച്ചിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. അതേപോലെ അഗ്നിപർവ്വതത്തിൻ്റെ പേരാണ് റെയ്ക്യാനസ്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങൾ ഏതാണ്? റഷ്യ, ബെലാറസ്. അപ്പോൾ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങളാണ് ഏത്? റഷ്യയും ബെലാറസും. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനാണ്. അതിൻ്റെ പേരെന്താണ്? ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡനാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ശ്രീനഗർ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കോഡ് ഗ്രേ പ്രോട്ടോകോൾ. അടുത്ത ചോദ്യം, ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയുടെ പേരാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ ഡോക്ടർമാരിൽ അതേപോലെ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ തടയാൻ വേണ്ടി IMA സംഘടനയാണല്ലേ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അടുത്ത ചോദ്യം നോക്കി, ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണത്? ഗ്രോക്കാണ്. ഗ്രോക്ക്. അപ്പോൾ നമുക്കറിയാം ChatGPT ഇപ്പം നിലവിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഗ്രോക്കാണ്. ഗ്രോക്ക്. ലോക ജലദിനം മാർച്ച് 22. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ജലം സമാധാനത്തിന്. ഇതാണ് പ്രമേയം. അപ്പോൾ 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ജലം സമാധാനത്തിന് എന്നതാണ്. അടുത്ത് നോക്കിയേ, മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പം ഹെയ്ത്തി എന്ന രാജ്യത്ത് നിന്ന് അല്ലേ, കരീബിയൻ രാജ്യം അല്ലേ, ഹെയ്ത്തി എന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യത്തിൻ്റെ പേരാണിത് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അടുത്ത ചോദ്യം നോക്കിയേ, വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണത് മധുരം. അപ്പോൾ കുടുംബശ്രീയാണ് നടപ്പിലാക്കുന്ന പേരെന്താണ്? മധുരമാണ്. അടുത്ത ചോദ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ വാഹന പെർമിറ്റ്, പൊതുയോഗങ്ങൾ, അനൗൺസ്മെൻറ്റ്, അനുമതി തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായുള്ള പോർട്ടലിൻ്റെ പേരാണ് സുവിധ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ വാഹന പെർമിറ്റ്, പൊതുയോഗങ്ങൾ, അനൗൺസ്മെൻറ്റിൻ്റെ അനുമതി ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടലിൻ്റെ പേരാണ് സുവിധ. അടുത്ത നോക്കി, 2024 മാർച്ചിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ്, അതിൻ്റെ പേരാണ് അഗ്നിബാൺ. അഗ്നിബാൺ എന്നാണ്. പ്രത്യേകത എന്താണ്? സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നാണ് അത് വിക്ഷേപിക്കുന്നത്. സ്വകാര്യ റോക്കറ്റാണ്. അടുത്ത ചോദ്യം, 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദിയാണ് ഗുൽമാർഗ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗ്. അതേപോലെ 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹിയാണ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹിയാണ്. അതേപോലെ നോക്കി, 96ാമത് ഓസ്കാർ അവാർഡ് 2024. അപ്പോൾ എത്രാമത്തെ ഓസ്കാറാണ്? 96ാമത്തെയാണ്. 2024 മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺ ഹൈമറാണ് മികച്ച ചിത്രം. ഓപ്പൺ ഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകൻ. മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രമാണ് പുവർ തിങ്സ്. അതേപോലെ മികച്ച നടൻ കിലിയൻ മർഫിയാണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പേരാണ് അഗ്നി 5. അപ്പോൾ അഗ്നി 5 എന്ന മിസൈൽ പരീക്ഷണത്തിന് കൊടുത്ത പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീല റാണി. അടുത്തൊരു ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാം. പൊഖാറ. അടുത്ത